നല്ല സ്വന്തം സുഖമായിരുന്നു ടീച്ചർ. ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിചൂടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. ആ സമയത്ത് ഞാൻ കഴിഞ്ഞ വർഷം മാമ്പഴം ഉണ്ടാക്കി വെച്ചായിരുന്നു. ഞാൻ ഫ്രീസറിൽ ഈ കവറിലാക്കി വെച്ചതാണ്. യാതൊരു കേടുമില്ല. ആ പൊളിച്ച മാമ്പഴം ഇതാണ് കേട്ടോ. കേട്ടോ, യാതൊരു കേടുമില്ല. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ല്, എല്ലാം ഒരേപോലെ തന്നെ. അതുപോലെ തന്നെ ഞാൻ ചക്ക ചെയ്തു. ചക്ക നുറുക്കിയിട്ട് എടുത്ത് വെച്ചു. പക്ഷേ ചക്കച്ചോള കുഴപ്പമൊന്നുമില്ല. എന്നാലും ചക്കയ്ക്ക് അതേ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഇത്തിരി ഡിഫറെൻ്റാണ്. ചക്ക അത്രത്തോളം ഇല്ല, മാമ്പഴം അതുപോലെ തന്നെ ഇരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ മാമ്പഴം ഉള്ള കാലത്ത് നല്ല പോലെ ഇതുപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കവറിലിട്ട് വെച്ചാൽ മതി ഫ്രീസറിൽ. വലിയ ഫ്രീസറാണെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ ഞാൻ 12 മാങ്ങ വെച്ചിരുന്നു. അതിൽ ഞാൻ 8 മാങ്ങ എടുത്തു. ഈ 4 മാങ്ങ ഇനി ഫ്രീസറിൽ വെച്ചാൽ അത് ഇനി ഒരു പ്രാവശ്യം കറി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ 8 മാങ്ങ ഇതാ നോക്കും, ഞാൻ ഇതിലിടണം. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. അതാണ് ശരിക്കും മാമ്പഴം. ഈ കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാമ്പഴം വേവട്ടേക്കാം. മാമ്പഴം വേവട്ടെ കിടന്നിട്ട് എന്നിട്ട് നമുക്കത് കറിയാക്കാം. ഞാൻ ഓൾറെഡി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ പ്രിസർവ് ചെയ്ത മാമ്പഴമല്ല ഇത് പ്രിസർവ് ചെയ്ത് വെച്ച മാമ്പഴമാണ്. അതിന് യാതൊരു ടേസ്റ്റ് കുറവും ഇല്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് ഇത് വേവണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഇതിന്ന് വേവണം. കിടന്ന് വേവ ഞാൻ അടക്കി വയ്ക്കാൻ പോകണത് മാമ്പഴം. നോക്കൂ, യാതൊരു ഡിഫറൻസും ഇല്ല. സ്വാദിനും ടേസ്റ്റിലും മണത്തിലും ഒന്നും യാതൊരു കുറവുമില്ല. ഇതിനെ വേവിച്ചിട്ട് നമുക്ക് മാമ്പഴം ശരിയില്ല. വേവണം. കിടന്ന് നന്നായി വേവണതിൽ നമുക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. യാതൊരു ഡിഫറൻസും ഇല്ല. ഒരേപോലെ സ്വാദ് വ്യത്യാസം അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ വലിയൊരു കട്ട വീണില്ലേ. ഉപ്പ് കൂടുക ഇപ്പോൾ ഒരു വലിയ കട്ടയാണ് വീണത്. അതുപോലെ സാരിലെ ഉപ്പിടണ്ടേ. ഞാൻ ലോൺ ഇളക്കി കൊടുക്കുക. വേഗം കൂടെ കിടന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് കിട്ടും. മുളക് പൊടി ഇടണം നിർബന്ധമില്ല. പച്ചമുളക് നമ്മൾ ചേർക്കണ്ടേ. എന്നാലും ഞാൻ ചേർത്ത് ഇതാ ഈ മിക്സിയിൽ വെച്ചാൽ നോക്കും. തേങ്ങ, ജീരകം, പച്ചമുളക് കേട്ടോ. തേങ്ങ, ജീരകം, പച്ചമുളക് നല്ലപോലെ അരച്ചെടുക്കണം. ബാക്കി ശർക്കര വെള്ളം ഇതിൽ ചേർക്കണം. മാങ്ങ വേവായി കഴിഞ്ഞാൽ നമുക്ക് ശർക്കര വെള്ളം ചേർക്കാറുണ്ട്. ശർക്കര വെള്ളം കൊണ്ടുവരാം. മുഴുവൻ എഴുതിയിട്ടില്ല, എന്നാലും സാറിന് ഇത്ര ശർക്കര വെള്ളം ഞാൻ ചേർക്കും. അതിന് നിറം ഒന്ന് മങ്ങണ്ട. ഇനി അതവിടെ കിടന്ന് തിളച്ച് വേവട്ടെ. ശർക്കരയിൽ കിടന്ന് മാമ്പഴം വേവട്ടെ. ആവശ്യത്തിന് ഉപ്പ്, മിളകൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർക്കുക. അത് കാരണം ഞാൻ മിളക് അധികം ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു പച്ചമുളക് ഇതിലായിരിക്കില്ല. നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് കാരണം കൊണ്ട് ഞാൻ മിളക് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ്, മിളകൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ശർക്കര ചേർത്തു, ഉപ്പ് ചേർക്കും, മുളക് പൊടി ഒരു ലേശം ഇട്ടു. എന്നിട്ട് അത് കളക്കിട്ട് അത് തിളച്ച് പാകാവട്ടെ. അധികം തീയിലിടേണ്ട, ഒരു സിമ്മിലിടുക. അതിന്ന് അലായി നാളികേരം, ജീരകം, പച്ചമുളക് കേട്ടോ. അത് ഇനി അരയ്ക്കാൻ പോകണം. നല്ല പോലെ അരയ്ക്കണം. എന്നിട്ട് അതിൽ തൈര് ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ തൈര് ഒഴിച്ച് അരച്ചാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ എങ്ങനെ ചെയ്യണം. നല്ല പോലെ അരയണം. ഇതാ ഇപ്പം അരഞ്ഞിട്ടില്ല കേട്ടോ. ഇതിനി ഒന്നും കൂടെ അരയണം. അരച്ച് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. നമ്മളെന്താ അടുപ്പിൽ കിടന്ന് നല്ല പോലെ വെന്തു കേട്ടോ. പതുക്കെ വേണം കിടന്നതിൽ ശർക്കര വെള്ളം ഒഴിച്ചു. എന്നിട്ടാണത്. ഇനിയിപ്പോൾ നമുക്ക് നാളികേരം അരച്ചതും തൈരും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. നാളികേരം അരച്ചതും തൈരും കൂടി അടിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചു. അല്ലേ, നാളികേരം ഒരു മുറി നാളികേരം മതി. അത്രേ ഉള്ളൂ. അധികം നാളികേരം അടിക്കാനൊന്നുമില്ല. നമ്മുടെ കൃഷിയില്ല. ഇനി ഇതിൽ ഞാൻ ഒഴിക്കാൻ പോവാട്ടോ. ഉടനെ നമുക്ക് വാങ്ങണം നമ്മുടെ കൃഷി. എന്താ അതിൻ്റെ ഭംഗി. ഇനി ഇതിൽ കടുക് വറുത്തിട്ട് പോവാം. കടുക്, മിളക്, ഉലുവ കേട്ടോ. ചുവന്ന മിളക് 2 എണ്ണം, കുറച്ച് കടുക്, കുറച്ച് മിളക്, കുറച്ച് ഉലുവ കേട്ടോ. കടുക്, മിളക്, ഉലുവ കേട്ടോ. ചുവന്ന മിളക് 2 എണ്ണം, ഒരു 1-1.5 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ പോലെ ഒരു നുള്ള് ഉലുവ. ഉലുവ ഇടണം മറക്കരുത്. ഉലുവയ്ക്ക് നല്ല മണമാണ്. കടുക് കൂട്ടിട്ടുണ്ട്.
ഇനി ഞാനിവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കറിവേപ്പില ഇടാൻ പോകട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കറിവേപ്പില. നല്ല മണം വന്നു കേട്ടോ. ഇനി ഇതിൽ ഒഴിക്കാൻ പോകാം. കഷ്ണം ശരി ഇതാ നോക്കൂ, മാമ്പഴപ്പുളിശ്ശേരി, ഉഗ്രം മാമ്പഴപ്പുളിശ്ശേരി. എന്താ അതിൻ്റെ ടേസ്റ്റ്, ഭയങ്കര സ്വാദന്നെ. ഈ സമയത്തൊക്കെ മാമ്പഴപ്പുളിശ്ശേരി വെക്കാന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അത്ഭുതമൊന്നുമില്ല, നമുക്ക് ജനുവരിയിൽ വേണമെങ്കിൽ വയ്ക്കാം, ഡിസംബറിൽ വേണമെങ്കിൽ വയ്ക്കാം. നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസമില്ല, ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല. ചക്ക ആണെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാട്ടോ. എന്നാൽ ചക്കയ്ക്ക് അത്ര ഇനിയില്ല തോന്നുന്നു എനിക്ക്. ഒരു ഡിഫറൻസ് ഉണ്ട്. മാമ്പഴത്തിന് യാതൊരു തകരാറുമില്ല, അതേ സെയിം ടേസ്റ്റ്, വാട്ടത്ര ഒന്നുമില്ല. നിങ്ങളെല്ലാവരും നോക്കണം, ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ച് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി. ഞാൻ ഓൾറെഡി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എൻ്റെ ചാനലിലുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ഇതാണ്, അതായത് പ്രിസർവ് ചെയ്ത മാങ്ങയുണ്ട്, അതായത് ഫ്രീസറിൽ വെച്ച് 5-8 മാസം കഴിഞ്ഞ മാമ്പഴം കൊണ്ടുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കാണണം, എന്ത് കമൻറ്റ്സ് എഴുതണം. ഇനി അതുമാത്രമല്ല, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണില്ല ആരും, അതുമാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യണില്ല ആരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്നെ എൻകറേജ് ചെയ്യണം. അത് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭ ടീച്ചർ.